Good afternoon, everyone. Good afternoon, ma'am. Okay. Good afternoon, ma'am. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷം? ഇയറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു മാം. നന്നായിരുന്നു മാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്രഷൻസ് ആയിരുന്നു പറഞ്ഞത്. അത് എവിടെ വരെ പറഞ്ഞു പറയാമോ ആരെങ്കിലും? Last, it has been long. Shouldn't have gone. Less interested in. Interested. Shouldn't have gone there, le, ma'am. No. Shouldn't have gone. Shouldn't have gone. A negative should have in the negative പറഞ്ഞു. Yeah. Having habit in drinking അതല്ല മാം. തോന്നില്ല. അത് കഴിഞ്ഞ് talks plus subject plus interested in. Yeah. Complete ആയിരുന്നു. അപ്പൊ ഇത്രയും എക്സ്പ്രഷൻസ് നിങ്ങൾ നോക്കിയിരുന്നോ? എങ്ങനെയുണ്ട്? പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? Yes ma'am, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും പറ്റുന്നില്ലേ? യാ, അതില് ഷുഡിന്റെ വെച്ചിട്ട് പറഞ്ഞോ? ഷുഡിന്റെ ഹാവ് നെഗറ്റീവ് പറഞ്ഞല്ലോ. പറഞ്ഞു മാം, അത് സെയിം തന്നെയാ വരിക എന്ന് പറഞ്ഞു. അതിൽ നെഗറ്റീവ് ഇതാ സബ്ജക്ട് പ്ലസ് സ്റ്റുഡന്റ് ഹാവ് പ്ലസ് V3. അടുത്തത് ഏതാ? seem to have subject plus seem to have plus V3. seem ആണ്, seem to subject plus seem to have plus V3. ഇത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് ആണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. ഓക്കെ, എക്സാമ്പിള് ഇത് സബ്ജക്ട് പ്ലസ് സീം ടു ഹാവ് പ്ലസ് V3 ആണ്. ഹാവിന് ശേഷം V3 ആണ് വരാ. അത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഹാവിന് ശേഷം എപ്പോഴും V3 മാത്രമേ വരുള്ളൂ, വേറൊരു വേർബും ഫോമും വരില്ല. എക്സാമ്പിള് they seem to have seen us. They seem to have seen us. They seem to have seen us. അവര് ഞങ്ങളെ കണ്ടിട്ടുണ്ടാകാം. They seem to have understand everything. They seem to have understood everything. They seem to have understood everything. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകാം. They seem to have understood everything. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റും കൂടെ നമ്മൾ സീം ആണ് യൂസ് ചെയ്തത്. ഈ സിംഗിൾ സബ്ജക്റ്റ് ആണെങ്കിൽ എന്താ യൂസ് ചെയ്യാ? സീംസ് ആയിരിക്കും. ഓക്കെ, he seems to have gone there. അവൻ അവിടെ പോയിട്ടുണ്ടാകാം. He seems to have gone there. ഇനി she seems to have studied well. അവൾ നന്നായി പഠിച്ചിട്ടുണ്ടാകാം. She seems to have studied well. Okay, clear ആണല്ലോ? Yes ma'am. Yes. Yes, ma'am. അടുത്തത് should ആണ്. should plus subject plus V1. should plus subject plus V1. should plus subject plus V1. ഒരു കടമയെ കുറിച്ച് ചോദിക്കുക എന്നൊരു മീനിങ് ആണ്. ഒരു റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി, അതിനെ കുറിച്ച് ചോദിക്കുക എന്നൊരു മീനിങ് ആണ്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഞാൻ അങ്ങോട്ട് നാളെ വന്നോട്ടെ, ഞാൻ ഇൻഫോം ചെയ്യട്ടെ, അങ്ങനത്തെ ഒരു മീനിങ് ആണ് വരാം. ഞങ്ങൾ വരണം, ഇത് ഇപ്പോ വരണം. ഷുഡ് ആണെങ്കിൽ നമ്മൾ പോണം, ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ വരണോ, ഞാൻ ഇൻഫോം ചെയ്യണോ, ഞാനത് അറേഞ്ച് ചെയ്യണോ, അങ്ങനെ ഒരു മീനിങ് ആ വരാം കേട്ടോ. അപ്പൊ ഷുഡ് ഐ കം ടുമാറോ എന്ന് പറഞ്ഞ് നാളെ ഞാൻ വരണോ? ഷുഡ് ഐ കം ടുമാറോ?
എന്നാണ് വരണം. Shall we inform them? Okay, shall we inform, sorry, should we inform them? Should we inform them? Should they arrange it? Should they arrange it? നിങ്ങളത് അറേഞ്ച് ചെയ്യണം, അവരത് അറേഞ്ച് ചെയ്യണോ? ഇപ്പൊ you should arrange it എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇപ്പോ ഷുഡിന് മുന്നാണ് സബ്ജക്റ്റ് വരുന്നെങ്കിൽ അവിടെ മീനിങ് മാറും. നീ അത് ചെയ്യണം. യു ഷുഡ് കം ടുമാറോ എന്ന് പറഞ്ഞാല് നീ നാളെ വരണം. യു ഷുഡ് കം ടുമാറോ, നീ നാളെ വരണം. ഷുഡ് ഐ കം ടുമാറോ, ഞാൻ നാളെ വരണോ? ഷുഡ് യു കം ടുമാറോ, നീ നാളെ വരണോ എന്നൊരു മീനിങ് ആണ്. ഇനി ഷുഡ് ബി ഇൻഫോം ദം, ഞങ്ങൾ ഇൻഫോം ചെയ്യണോ, ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്യണോ? അല്ലെങ്കിൽ വി ഷുഡ് ഇൻഫോം ദം എങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യണം ഒരു മീനിങ് ആണ് വരാം. വി ഷുഡ് ഇൻഫോം ദം, അവിടെ എപ്പോഴും യു ആയിരിക്കും വരാം മെയിൻ ആയിട്ട്. യു ഷുഡ് നമ്മൾ ഒരാളോട് പറയാണല്ലോ, അപ്പൊ യു ഷുഡ് ഇൻഫോം ദം, യു ഷുഡ് അറേഞ്ച് ഇറ്റ്, യു ഷുഡ് കം ടുമാറോ. ഓക്കെ, ഇങ്ങനെയാണ് വരാം. ക്ലിയർ ആണോ? ഷുഡിന് മുൻപ് വരുമ്പോൾ അത് ചെയ്യണം, ഷുഡിന് ശേഷമാണ് സബ്ജക്റ്റ് വരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും, ചെയ്യണോ എന്നായിട്ട് മാറും. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഗെറ്റ് പ്ലസ് V3. ഗെറ്റ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇപ്പോ ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്, എന്റെ കാറ് റിപ്പയർ ചെയ്ത് കിട്ടണം അല്ലെ. ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ്, അപ്പൊ ഗെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സബ്ജക്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വെറുപ്പല്ല, ഒരു മോഡലോ എന്തെങ്കിലും ഒരു ചേർക്കണം. അപ്പൊ ഗെറ്റിന് ശേഷം വരേണ്ടത് എപ്പോഴും ഒബ്ജക്റ്റ് ആയിരിക്കണം, അതിനുശേഷം വരേണ്ടത് എപ്പോഴും വെർബ് V3 ആയിരിക്കണം. ഇപ്പോ ഐ വാണ്ട് ടു ഗെറ്റ് മൈ കാർ റിപ്പയർഡ് എന്ന് പറയുമ്പോൾ റിപ്പയർഡ് V3 ഫോം ആണ്. ഓക്കെ, ഇനി വി ഹാവ് ടു ഗെറ്റ് സം പേപ്പേഴ്സ് സൈൻഡ്, സൈൻ ചെയ്ത പേപ്പേഴ്സ് എനിക്ക് ഞങ്ങൾ കിട്ടണം. സൈൻ ചെയ്ത പേപ്പേഴ്സ് ആണ്, അപ്പൊ ഓൾറെഡി സൈൻഡ് ആണ് അല്ലെ. അപ്പൊ വി ഹാവ് ടു ഗെറ്റ് സം പേപ്പേഴ്സ് സൈൻഡ്, സൈൻ ചെയ്ത പേപ്പേഴ്സ് ഇനി ഞങ്ങൾക്ക് കിട്ടണം. ഇനി മൈ സിസ്റ്റർ ഹാസ് ടു ഗെറ്റ് ഹർ ഐസ് ടെസ്റ്റഡ്, സിസ്റ്ററിന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കിട്ടണം എന്ന രീതിയിലാണ്, ടെസ്റ്റ് ചെയ്ത് തരണം അങ്ങനെ ഒരു മീനിങ്ങിലാണ് അവിടെ വരാം. അപ്പൊ ഗെറ്റ് എന്താണ്, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു കാര്യം ചെയ്ത് കിട്ടണം അല്ലെ, ആ ഒരു രീതിയിൽ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ എനിക്ക് പറയുകയാണെങ്കിൽ ഐ വാണ്ട് ടു ഗെറ്റ് യുവർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കിട്ടണം. ഐ വാണ്ട് ടു ഗെറ്റ് യുവർ റെസ്പോൺസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ വെച്ച് യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഷാൽ, ഷാൽ പ്ലസ് I or V plus P1. Shall plus I or V plus P1. അതായത് shall I help you, ഒരു റിക്വസ്റ്റ് എന്തായാലും പറയാം. shall I help you അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഹെൽപ്പ് വെക്കാന്നല്ലേ, ചെയ്യട്ടെ അതിനുള്ള ക്വസ്റ്റ്യൻ ആണ്. shall I help you, shall I carry your bag, shall we sit here for a while, ഞാൻ കുറച്ച് എഴുന്നോട്ടെ. അപ്പൊ ആ രീതിയിലാണ് ചോദിക്കുക. ഷാല് മോസ്റ്റ്ലി വരുന്നത് ഐയുടെയും വിയുടെയും കൂടെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വരാം, ഞങ്ങൾ വരാം എന്ന് പറയും അല്ലെ, അല്ലാതെ അവൻ വരാം അവൾ വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ അല്ലെ. അപ്പൊ ഞാനും ഞങ്ങളുടെ കൂടെയാണ് ഷാൽ യൂസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഐയുടെ കൂടെ വിയുടെ കൂടെ കൂടുതൽ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഷാൽ ഹി ഹെൽപ്പ് യു എന്ന് ചോദിക്കോ, ഇല്ല. ഷാൽ ഐ ഹെൽപ്പ് യു അല്ലെങ്കിൽ ഷാൽ വി ഹെൽപ്പ് യു എന്നാ ചോദിക്കുക. അപ്പൊ ഐ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഐയുടെയും വിയുടെയും കൂടെയാണ്. ഓക്കെ, don't forget that shall is used with I or V subject. Okay, next
can't have. Can't have ഞാൻ പറഞ്ഞിരുന്നോ? No. I think no. No, ma'am. Yeah. Can't have. Can have plus V3 ആണ്. Subject plus can have plus V3. അങ്ങനെ ചെയ്തിരിക്കാൻ വഴിയില്ല. Subject plus can have plus V3. She can have done it. She can have done it. അവളങ്ങനെ ചെയ്തിരിക്കാൻ വഴിയില്ല. She can have done it. They can have resigned. അവര് റിസൈൻ ചെയ്യാൻ ചെയ്തിരിക്കാൻ വഴിയില്ല. ഒരു മീനിങ് ആണ്. They can have started the function. അവർ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ വഴിയില്ല. They can have started the function. അതിനുശേഷം with form. ഇനി നെക്സ്റ്റ് needn't have. Needn't have plus P3. Subject plus needn't have plus V3. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. You needn't have paid the money. നീ പൈസ പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. You needn't have paid the money. She needn't have checked everything. എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. She needn't have checked everything. Everybody needn't have gone there. എല്ലാവരും അവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. Everybody needn't have gone there. You needn't have paid the money. She needn't have checked everything. Everybody needn't have gone there. Okay. So ഇങ്ങനെയാണ് needn't have യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. Next, could have. Could have plus V3. Subject plus could have plus V3. അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊരു മീനിങ് ആണ്. അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. Could canന്റെ past ആണ് അല്ലെ? Can കഴിയുമെന്നാണെങ്കിൽ could കഴിയുമായിരുന്നു എന്നാണ്. I could have gone abroad. I could have gone abroad. എനിക്ക് abroad പോകാൻ കഴിയുമായിരുന്നു. I could have gone abroad. I could have gone abroad. I could have returned the exam. I could have returned the exam. I could have returned the exam. She could have come here. She could have come here. She could have come here. Ma'am, V3 form അല്ലേ പറഞ്ഞ കം വരുമ്പോ? Come V3 അല്ല? Okay. Come came come. Okay. She could have come here. മാം അതിന്റെ മലയാളം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? could have വരുമ്പോ അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോ I could have gone abroad എന്ന് പറയുമ്പോൾ എനിക്ക് abroad പോകാൻ കഴിയുമായിരുന്നു. I could have returned the exam. എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നു. She could have come here. എനിക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു എന്ന് വരും. ഓക്കെ. ഇതിന്റെ തന്നെ നെഗറ്റീവ് ഉണ്ട് കേട്ടോ. couldn't have plus V3 സെയിം തന്നെയാണ്. I couldn't have gone abroad എന്ന് പറയുമ്പോൾ എനിക്ക് അബ്രോഡ് പോകാൻ കഴിയുമായിരുന്നില്ല. I couldn't have written the exam. എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നില്ല. She couldn't have come here. അവൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നില്ല. നെഗറ്റീവ്. Could have കഴിയുമായിരുന്നു. Couldn't have കഴിയുമായിരുന്നില്ല. That's all. Next, would have. Would have plus V3. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ആ ഒരു മീനിങ് ആണേ. വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. കാരണം വില്ലിന്റെ പാസ്റ്റ് ആണ് would അല്ലേ?
അപ്പൊ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഐ വുഡ് ഹാവ് പ്രാക്ടീസ് ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഐ വുഡ് ഹാവ് പ്രാക്ടീസ്ഡ് ലൈക്ക് ദാറ്റ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ. എനിക്ക് വേണമെങ്കിൽ പോലീസ് ഓഫീസർ ആകാമായിരുന്നു. ഐ വുഡ് ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ. ഞാൻ ഇവിടെ ടീച്ചർ ആകും എന്നാണെങ്കിൽ ഐ വിൽ ബിക്കം എ ടീച്ചർ എന്ന് പറയും. ആകും, ആകാമായിരുന്നു എന്നാണെങ്കിലോ ഐ വുഡ് ഹാവ് ബീൻ എ ടീച്ചർ. എനിക്ക് അങ്ങനെ ആകാമായിരുന്നു. ഓക്കെ, അപ്പൊ വുഡ് എന്ന് പറയുന്നത് വില്ലിന്റെ പാസ്റ്റ് ആണ്. കുഡ് ക്യാനിന്റെ പാസ്റ്റ്. ഐ വുഡ് ഹാവ് പോലീസ് ഓഫീസർ എന്നാണോ, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് അതിന്റെ കൂടെ എന്താ ചേർത്ത്? ഐ വുഡ് ഹാവ് ബീൻ എ പോലീസ് ഓഫീസർ. അതിന്റെ ഒപ്പം അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ബിക്കം എ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ മാം. കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഷാലിന്റെ കൂടെ ഇല്ല, ഷാൽ പ്ലസ് ഡാഷ് പ്ലസ് V1, അതിന്റെ കൂടെ എന്താ ചേർക്കുന്നത്? ഷാലിന്റെ കൂടെ വിയോ ഐ ആണ്. ഐയും ബിയും സബ്ജക്ട്. ഷാൽ പ്ലസ് ഐ ഓർ ബി പ്ലസ് V1. ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. Okay, next, feel like plus verb ing. Subject plus feel like. Okay, feel like. Subject plus feel like plus verb ing. Subject plus feel like plus verb ing. സബ്ജക്ട് പ്ലസ് എന്താ മാം? Feel like. എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊരു മീനിങ് ആണ്. അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ്. എനിക്ക് ഡാൻസ് കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് സിംഗിങ്. എനിക്ക് പാട്ട് പാടാൻ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് പ്ലേയിങ്. കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനി എന്താ? ഐ ഫീൽ ലൈക്ക് ഡൂയിങ് ദാറ്റ്. എനിക്ക് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് ട്രാവലിംഗ്. എനിക്ക് ട്രാവൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ആ ഒരു മീനിങ് ആണ്. ഐ ഫീൽ ലൈക്ക് ടീച്ചിങ്. എനിക്ക് ടീച്ചിങ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, ഐ ഫീൽ ലൈക്ക് ആക്ടിങ്. എനിക്ക് ആക്ടിങ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആ ഒരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യോ? യൂസ് ചെയ്യാം. ക്ലാസ് ഭയങ്കര സൈലന്റ് ആണല്ലോ. എന്താണ് ഇപ്പോ? എന്ത് പറ്റി നിങ്ങൾക്ക്? മാം പറയുന്നത് ഇത് എഴുതിയെടുക്കായതുകൊണ്ടാവും. കുറച്ച് ഇന്ററാക്ട് ചെയ്താലോ നമുക്ക്? കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? അതെ മാം. മാം ചോദിച്ചത് ക്ലാസ് കഴിയുന്ന വിഷമാണെന്നോ? ആ, ചുമ്മാ ചോദിച്ചാ. ആണോ? സന്തോഷം വന്നേക്കാം. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മതി. മാമിന്റെ മുഖത്ത് കാണാനുണ്ട്. ബട്ട് ഒരു ജോബ് കിട്ടാന്നുള്ളത് ഒരു ആവശ്യമായോണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം ജോലിയിലേക്ക് കയറാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ട്രൈ ചെയ്യൂ കേട്ടോ. മാക്സിമം ട്രൈ ചെയ്യൂ. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും കുറച്ച് ഞാൻ ഇന്റർവ്യൂവിന് ബേസ് ചെയ്ത കുറച്ച്, അതായത് ഒരു ഗ്രൂമിങ് സെക്ഷൻ പോലെ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാ ഫേസ് ചെയ്യാ, എങ്ങനെയാ അപ്പിയറൻസ്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ലാംഗ്വേജ് പഠിക്കണം കേട്ടോ. അത് മസ്റ്റാണ്. എക്സാമിന് വേണ്ടിയല്ല. ഇപ്പൊ എക്സാം ഇല്ലാത്തത് കൊണ്ട് ക്ലാസ്സിൽ ഇപ്പൊ ആരും ഇല്ല. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആരും ഇംഗ്ലീഷിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നില്ല. എനിക്ക് അത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. കാരണം എക്സാമിന് വേണ്ടിയാണ് എല്ലാവരും പഠിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ എക്സാമിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. +2 ഡിഗ്രി വേണ്ട, +2 വരെ നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചു.
ഒരു സബ്ജക്ട് ആയതുകൊണ്ട് മാർക്ക് വേണമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചതാണ്. അല്ലാതെ നമുക്ക് ആവശ്യമില്ലായിട്ട് പഠിച്ചതല്ലല്ലോ ആരും. ഓൾസോ ഞാൻ അങ്ങനെ തന്നെയാണ്, എക്സാമിന് വേണ്ടി പഠിച്ച. പക്ഷെ ഇപ്പോഴല്ലേ ഇംഗ്ലീഷ് നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് വേണ്ടി പഠിക്കണം. വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും ആവശ്യം വരുന്നുണ്ട് ഇംഗ്ലീഷ്. അത് അന്ന് എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടാണ് ഇന്ന് പിന്നെയും പഠിക്കേണ്ടി വന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പഠിക്കാം. ഓക്കെ, മടിയാണെന്ന് എല്ലാവർക്കും അറിയാം. മൊത്തത്തിലൊരു മടിയാണ് എല്ലാവർക്കും ഉള്ളൊരു ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണിത്, മടി. നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ മടി മാറ്റാട്ടോ ലൈഫില്. എവിടെയെങ്കിലൊക്കെ എത്തണ്ടേ അല്ലേ? ഇങ്ങനെ നിന്നാ മതിയോ? ലൈഫിൽ അച്ചീവ് ചെയ്യണം, ഇതെല്ലാം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തായാലും ജോലി വേണം. അത് നല്ലൊരു ജോലി വേണം, നല്ലൊരു പൊസിഷൻ വേണം. മെയിനായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം. അതൊക്കെയാണ് എല്ലാവർക്കും ആഗ്രഹം. അതിനെല്ലാത്തിനും ഒരു ബേസ് ലെവൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതൊരു ലാംഗ്വേജ് സ്കില്ലാണ്. ആ സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാം നിങ്ങളുടെ കൂടെ വരും. ജനിഷാ പറയും. അവിടെയാന്ന് തോന്നുന്നു മാം, അവളെ ആരോ വിളിച്ചാ തോന്നുന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇംഗ്ലീഷ് എന്തെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി എന്തെങ്കിലും ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? യെസ് മാം, എനിക്കിപ്പോ ടെൻസ് കൃത്യമായിട്ട് അറിയാം. കൊറേ കുഴപ്പമില്ല. ഓക്കെ, ആർക്കെങ്കിലും ജിൻഷ, ലാഷിനെ കണ്ടിട്ട് കുറേ നാളായി. എപ്പോഴും നാട്ടിൽ വരും. ഞാൻ കുറച്ച് തിരക്കായി. ഈ വർഷം മുതൽ നന്നായി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമം മാത്രമേ ഉള്ളൂ, പഠിത്തം പറ്റില്ല. പഠിക്കും എന്ന് പറയണം, ശ്രമിക്കുക എന്നല്ല, പഠിക്കും. അതാണ് ഈ വില്ലും താനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? എക്സാമിന്റെ ക്വസ്റ്റ്യൻ മോഡൽ ഇട്ട് തരൂല്ലേ മാം? എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ ഒരു ബന്ധമില്ല. സോറി, ഇംഗ്ലീഷ് ഇല്ല എക്സാമിന്. ഇംഗ്ലീഷില്ല, വല്ല പറഞ്ഞതാ, പൊതുവായിട്ട് പറഞ്ഞതാ. അറിയില്ല കേട്ടോ എക്സാമിനെ പറ്റി. ഇൻഫർമേഷൻ ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് മൊത്തം ആ കൺഫ്യൂഷനുള്ള ഏത് തുടരണം. മാം ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യുന്ന ക്ലാസ്സിൽ മാം ഉണ്ടാവോ? ഇനി അങ്ങോട്ട് ഒരു 4 മാസത്തെ കോഴ്സും കൂടി ഉണ്ട്, PG കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാനുണ്ടായിട്ട് ഇപ്പൊ എന്തിനാണ്? നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ. ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷെ ആരുണ്ടാവില്ല ക്ലാസ്സിൽ. ഉണ്ടാവും മാം, ഞാനൊക്കെ മാക്സിമം ഉണ്ടാവാറാ. കുറച്ച് ക്ലാസ്സേ മിസ്സായിട്ടുള്ളത്, എന്തെങ്കിലും അത്യാവശ്യം ആകുമ്പോഴേ മിസ് ചെയ്യാറുള്ളൂ. അതിപ്പോ പാച്ചപ്പ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. മിസ്സായ ക്ലാസ് ഒക്കെ ഇപ്പൊ റെക്കോർഡ് കേട്ട് പോകുന്നതേ ഉള്ളൂ. മിസ്സിന്റെ ക്ലാസ് കേൾക്കാറ്. എനിക്ക് അറിയില്ല കേട്ടോ, PGക്ക് ഉണ്ടോന്ന് അറിയില്ല ഇംഗ്ലീഷ്. എല്ലാവരും ഉണ്ടോ? PGക്ക് ഉണ്ടോ? അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എല്ലാവരും? PG കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോ പിന്നെന്താണ്, ഇംഗ്ലീഷിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി എന്തെങ്കിലും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? ഇംഗ്ലീഷിന് ഏതെങ്കിലും ഒരു പോർഷൻ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം, പറഞ്ഞുതരാം. ഇല്ലെന്ന് പറയാൻ ഒരു മടി. ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര ബുദ്ധിജീവികളായി പോലെ. നമ്മൾ അത്രയ്ക്കും ആയിട്ടില്ല. അത് ബുദ്ധിജീവികളൊന്നും വിചാരിക്കില്ല. എന്താണെന്നറിയോ, ആധികാരികമായി അതിനെ കുറിച്ച് ചെകഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൗട്ട് വരുള്ളൂ. അത് ബുദ്ധിജീവികളുടെ ലക്ഷണമല്ല. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ പറയാൻ ഇപ്പൊ ഒരുപാട് എക്സ്പ്രഷൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതെല്ലാം വെച്ചിട്ട് കുറേ എക്സാമ്പിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ ഗ്രാമർ ഒന്നും നോക്കണ്ടല്ലോ,
ഓൾറെഡി സ്ട്രക്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗ്രാമർ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മളൊന്നും ഓക്സിലറീസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത സെന്റൻസ് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല. മാക്സിമം ഇത് വെച്ചിട്ട് തന്നെ പറയാം. പിന്നെ ടെൻസ് ഒക്കെ ഒരുവിധം ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം. തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ എന്താണ് ഷോ ആണല്ലോ ക്ലാസ്. മാം ഈ മോഡൽ വെബ്സിൽ ഏതൊക്കെയാ വരാ? മോഡൽ വെബ്സാ? മോഡൽ വെബ്സിനാണ് അങ്ങനെ പറയുന്നത്? മൊഡാൽ വെബ്സ് മൊഡാലെന്ന് പറയാം, ചിലരത് പ്രൊണൗൺസിയേഷൻ ചിലവരൊക്കെ അങ്ങനെ പറയാം. മൊഡാൽ എന്ന് പറയുന്നുണ്ട്, മോഡൽ വെബ് എന്ന് പറയുന്നുണ്ട്. സംഭവം മനസ്സിലായി. അത് പക്ഷെ ഞാൻ പഠിപ്പിച്ചല്ലോ. ക്യാൻ, കുഡ്, ഹാവ്, ഇതെല്ലാം മൊഡാലാണ്. അതിന് പറയുന്നതാണല്ലേ മോഡൽ വെബ്സ്? അല്ല, അതിന് മൊത്തത്തിൽ പറയുന്നതാണല്ലേ, അറിയില്ലായിരുന്നു. അത് അറിഞ്ഞൂടായിരുന്നു. ഓക്കെ, നല്ല ക്വസ്റ്റ്യനായിരുന്നു അത്. ഇത്രയും പ്രതീക്ഷയില്ല ഞാൻ. ഓക്കെ, അപ്പൊ അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്താ പറയാ, രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ വരുമായിരുന്നു. അല്ല, അതിന് പറയുന്നതാണല്ലേ അത്. അറിയില്ല. ഏതൊക്കെയാണോ മൊഡാൽ വെബ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ കേക്കട്ടെ. അയ്യോ, ഹാവ്, ഹാസ്, ഹാഡ്, ക്യാൻ, കുഡ്, ഷുഡ്, വുഡ്, മൈറ്റ്, മേ, ഹാഡ്. ഫസ്റ്റ് ഓഡിറ്റു എന്താന്ന് ചോദിക്കരുത് കേട്ടോ. ഓഡിറ്റു ഇനി പറയാനുള്ളത് പോട്ടെ. വാസ്, വിൽ. അങ്ങനെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു. ബേസിക് ഒടുങ്ങി പഠിച്ചു. നൗൺ, പ്രോണൗൺ, പാർട്സ് ഓഫ് സ്പീച്ച് കംപ്ലീറ്റ് ചെയ്തു. നൗൺ, പ്രോണൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജക്ഷൻ, പ്രപ്പോസിഷൻ. അതിനുശേഷമാണ് നമ്മള് എന്തിലാണ് ടെൻസിലേക്ക് വന്ന. ടെൻസ് പിന്നെ എത്രയോ മാസത്തോളം ടെൻസ് ആയിരുന്നു അല്ലെ. ടെൻസ് ഓക്സിലറീസ് പഠിച്ചു. ഹാവ്, ഹാസ് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൽ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, വെർബ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതിന്റെ സിംഗുലർ, പ്ലൂറൽ എല്ലാം പഠിച്ചു. ദെൻ നമ്മള് ഡയറക്ട് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച് അല്ലെ. പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇതെല്ലാം കവർ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു. ഇപ്പോ ലാസ്റ്റ് എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, ജോയിൻ ചെയ്യുന്ന ഒരാള്, അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏകദേശം എന്തൊക്കെയൊക്കെയും കിട്ടിയിട്ടുണ്ടാകാം. അതിനിടയിലെ ഡെയിലി സെന്റൻസ് കുറെ ഞാൻ പറഞ്ഞു തരുത്തായിരുന്നു. ഡെയിലി സെന്റൻസ്, വേർഡ് V1, V2, V3 ഫോം പറഞ്ഞു തന്നു അല്ലെ. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ടത് നടന്നില്ല. ഇന്ററാക്ഷൻ ആരും അങ്ങനെ എഫേർട്ട് എടുക്കുന്നില്ല. അത് മാത്രമേ ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. ഇന്ററാക്ട് ചെയ്യണം, സംസാരിക്കണം അല്ലെ. ഒരു ഡിസ്കഷൻ കുറച്ച് ക്ലാസ്സിൽ നമ്മൾ പോയി. പക്ഷെ അത് കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയായിരുന്നു. ഒരു കോൺഫിഡൻസ് കിട്ടിയായിരുന്നു. ആ ടൈമില് ഇപ്പൊ ജിൻഷ കുറെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ജിൻഷയ്ക്ക് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നത്. ജിൻഷ കുറെ ടെൻസ് തിരിച്ചു കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ടെൻസിന്റെ 1-2-3 ആളെ ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടെൻസില് ജിൻഷയ്ക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ടെൻസ് ഞാൻ പറഞ്ഞു. അതോടെ ജിൻഷ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇടക്കിടക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരുപാട് കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കോഴ്സ് ഈ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ സ്റ്റുഡൻസ് വളരെ കുറവാണ്. ആരായിരുന്നു സംസാരിക്കുക? ഇംഗ്ലീഷ് ക്ലാസ് ആവുമ്പം കൊഴിഞ്ഞു പോകും. ആൾക്കാർ ആരും ഉണ്ടാവില്ല. അതിന് മുന്നത്തെ ക്ലാസ്സിലെ ആൾക്കാർ എല്ലാരും ഉണ്ടെങ്കിൽ മറ്റേത് ആരില്ലാതാവും. അത് എക്സാമിനെ ബേസ് ചെയ്തിട്ടാ പഠിക്കുന്നേ. പക്ഷെ ഇനിയിപ്പോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ നടക്കും. അത് ഉറപ്പാണ്. ഇനിയിപ്പോ പുറത്തോട്ട് പോകാനായിട്ട് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അറിയില്ല.
പക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ അത് കുറച്ച് കുറച്ചുകൂടി നല്ലതാണ്. അതെ അതെ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ അത് മര്യാദക്ക് മനസ്സിലായിട്ട് പോകും. അല്ലാതെ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ അവർക്ക് ഡൗട്ട് വന്നാൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ക്ലാസ്സിന് വേണ്ടിയിട്ടല്ല ശരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവർ കുറച്ച് ബോറടിക്കും. അപ്പോ ലൈവ് ക്ലാസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് ഇംഗ്ലീഷ് കേട്ടോ, മറ്റത് അങ്ങനെയല്ല. അവർക്ക് റെക്കോർഡ് ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇന്ററാക്ട് ചെയ്യണം. അത് റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ എക്സ്പ്രഷൻസ് വെച്ചിട്ട് ഒന്ന് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും. ഞാനൊന്ന് കുറച്ച് മലയാളത്തില് ഞാൻ സെന്റൻസ് പറയും. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ, പുറത്തുനിന്നൊന്നുമില്ല. എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രം. അത് ചിലപ്പോൾ ബന്ധമില്ലാത്തൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്, എന്നാൽ എഴുതിയെടുക്കാം മലയാളം. എന്നിട്ട് എക്സ്പ്രഷൻ വെച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ദയവായി ആ ഡോർ ഒന്ന് തുറന്നു തരാമോ? ദയവായി ആ ഡോറ് ഒന്ന് തുറന്നു തരാമോ? നിനക്ക് ആ ഡോർ തുറക്കുന്നതിൽ വിരോധമുണ്ടോ? നിനക്ക് ആ ഡോർ തുറക്കുന്നതിൽ നിൽക്കുന്നതിൽ വിരോധമുണ്ടോ? നിനക്ക് ഉണ്ടോ? ഞാൻ ആ ഡോർ തുറക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ എന്ന് വെക്കണം കേട്ടോ. ഞാൻ ആ ഡോർ തുറക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? ഞാൻ എല്ലാ ദിവസവും അവിടെ പോവായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അവിടെ പോകായിരുന്നു. എല്ലാ ദിവസവും അവിടെ പോവായിരുന്നു. എല്ലാ ദിവസവും അവിടെ പോകായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പോ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. നിനക്ക് എവിടെ പോകാൻ ഇഷ്ടം? നീ എവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നത്? നീ എവിടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? ഓക്കെ, നീ ആ ഇന്റർവ്യൂവിന് പോകുന്നതായിരിക്കും നല്ലത്. നീ ആ ഇന്റർവ്യൂവിന് പോകുന്നതായിരിക്കും നല്ലത്. അവൾ ഇന്റർവ്യൂവിന് പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കാം? അവൾ ആ ഇന്റർവ്യൂവിന് പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കാം? ഞാൻ അവനെ കൊണ്ടുവരാൻ പോവാണ്. ഞാൻ അവനെ കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അവൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. അവൾക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. അവൾക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്.
അവൾക്ക് ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല? നീ എന്തുകൊണ്ട് അവനെ റെസ്പെക്ട് ചെയ്യുന്നില്ല? നീ എന്തുകൊണ്ട് അവനെ റെസ്പെക്ട് ചെയ്യുന്നില്ല? എല്ലാ കാര്യങ്ങളും നീ തന്നെ സ്വയം ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നീ തന്നെ സ്വയം ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നീ തന്നെ സ്വയം ചെയ്യേണ്ടതുണ്ട്. നിനക്കിത് എങ്ങനെ പറയാൻ കഴിയുന്നു? നിനക്ക് ഇതെങ്ങനെ പറയാൻ കഴിയുന്നു? അതായത് ഇങ്ങനെ സംഭവിച്ചു എങ്ങനെ പറയാൻ കഴിയുന്നു? ആ ഒരു ക്യൂരിയോസിറ്റി ആണ്, ആ എക്സ്പ്രഷൻ വെച്ചിട്ട് പറയണം. ഓക്കെ, ദെൻ അവന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായി വന്നേക്കാം. അവന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായി വന്നേക്കാം. അവന് ജോലി റിസൈൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അവന് ജോലി റിസൈൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഇതുവരെയായിട്ട് നീ ഇവിടെ പോയില്ലേ? ഇതുവരെയായിട്ട് നീ ഇവിടെ പോയില്ലേ? ഇതുവരെയായിട്ട് നീ ഓഫീസിൽ പോയില്ലേ? ഇതുവരെയായിട്ട് നീ ഓഫീസിൽ പോയില്ലേ? നീ എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ഓഫീസിൽ പോയിട്ടുണ്ടോ? നീ എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ഓഫീസിൽ പോയിട്ടുണ്ടോ? നീ എന്തെങ്കിലും കറക്റ്റ് സമയത്ത് ഓഫീസിൽ പോയിട്ടുണ്ടോ? നീ എത്ര കാലമായി നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു? നീ എത്ര കാലമായി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു? എത്ര കാലമായി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു?
മതി മതി, നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തേ. ഓക്കെ, മോന്റെ വണ്ടി വരാൻ സമയമായോ ദർശന? ആണോ? ഓക്കെ ദർശന, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത് കറക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതെ. എഴുതി കഴിയുമ്പോ പറയണം കേട്ടോ. ഓക്കെ മാം. കഴിഞ്ഞോ? ഇല്ല മാം.
പെട്ടെന്നാവട്ടെ. ഒരു മിനിറ്റ് മാം. പറയൂ, കഴിഞ്ഞവിടെ വരെ പറയൂ. എവിടെ വരെ എഴുതി? ഞാൻ തിരിച്ചാ മാം വരുന്നേ. ഇത് പറഞ്ഞ മലയാളം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നേരത്തെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന് വല്ല സംശയം വന്നാൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. നേരത്തെ കിട്ടിയത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, മതി, സമയം പോകുന്നു. ഓക്കെ മാം. ഒന്ന് പറഞ്ഞു നോക്കിയെന്ന് ഡിസ്കസ് ചെയ്യാം പെട്ടെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഹോംവർക്ക് ആയിട്ട് വെക്കാം. ഇല്ല മാം, ഒരു 3 കൂടി ഉള്ളു മാം. ഇപ്പൊ തീരും. ഒരെണ്ണം മാത്രമേ എഴുതാത്തുള്ളൂ. ബാക്കി പറയാം. ദയവായി ആ ഡോർ ഒന്ന് തുറന്നു തരാമോ? വിൽ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ? ഞാൻ ആക്ച്വലി കുഡെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ഡാഷ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് എഴുതാന്ന് വെച്ചിട്ട്. കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ?
വുഡ് ഉണ്ടോ? വുഡ്. ആ. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഞാൻ ആ ഡോർ തുറക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? വേറെ ആരുമില്ലേ? ഡു യു ഹാവ്, ഞാൻ എന്റെ ഓൺവേർഡ്സ് എഴുതി, അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല എഴുതിയേക്കുന്നത്. എനിക്ക് കണ്ടോ എക്സ്പ്രഷൻ എന്തായിരുന്നു? എന്തെങ്കിലും വിരോധം ഉണ്ടോ? എന്താണ് ജിൻഷ? വിരോധമുണ്ട്. Would you mind if I? ആ ഓക്കെ. Would you mind if I open the door? അല്ലേ? ഞാൻ ഡോർ തുറക്കുന്നത് നിനക്ക് അതിന് വിരോധം ഉണ്ടാവുന്നല്ലേ? അപ്പൊ would you mind if I open the door? Okay. അടുത്തത് പെട്ടെന്ന്. ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല. Yes. പറയൂ. I used to go there every day. But now I needed to go there. Today I was going to the place, but നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. ഇപ്പൊ മലയാളത്തിൽ എഴുതിയിട്ടില്ലേ, അത് നിങ്ങളുടെ നോട്ട്ബുക്കിലുള്ള എക്സ്പ്രഷൻസ് വെച്ചിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ആരും എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ ഒരുപാട് കാര്യമില്ല. അപ്പൊ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ മലയാള സെന്റൻസ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മാക്സിമം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എഴുതിയിട്ടില്ല, അത് കാരണം എന്റെ അടുത്ത് അതൊന്നും അറിയില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറെ എണ്ണം എഴുതിയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ മാം. Okay, so see you on the next class. Okay, Thank you, ma'am. so much. thank you. Thank you, ma'am.